ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ ചാനലിൽ ഇപ്പം വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഒരു 4 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു ബ്രെഡ് നമുക്ക് ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ബ്രെഡ് നമ്മളിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡ് പൊടിച്ചിട്ടുള്ള ആ ഒരു ജാറിൽ തന്നെ നമുക്കൊരു 3 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ 3 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മളിവിടെ മുട്ടയും നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒത്തിരി തിക്കായി പോകാനും പാടില്ല. രണ്ടിൻ്റെയും കൂടെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ മുഴുവൻ ബ്രെഡിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ പിസ്സയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചെയ്തത്, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയതാണ്. ഇതിലേക്ക് 3 കളറുള്ള ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. യെല്ലോയും അതുപോലെ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും 1/4 ഭാഗം വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്സിക്കം ഒന്നും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ തക്കാളിയും അതുപോലെ സവാളയൊക്കെ ഉപയോഗിച്ചാൽ മതി. അതുപോലെ ഞാൻ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ ഒന്നും ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ക്യാപ്സിക്കവും അതുപോലെ ഒറിഗാനോ ഒന്നും കാണണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തക്കാളി സവാളയൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ മാത്രം ഇട്ടാൽ മതി. അതുപോലെ ഒറിഗാനോ സ്കിപ്പ് ചെയ്യാം. അതിന് പകരമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് പാത്രം മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ബാറ്റർ മുഴുവനായിട്ടും ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒരു സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നമുക്ക് പിസ്സ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിന് മുമ്പ് ഞാനൊരു ചിക്കൻ പിസ്സ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് പിസ്സ സോസ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണുക കേട്ടോ.
നമ്മൾ പിസ്സ സോസും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ഇതിന് മുകളിലായിട്ട് മുഴുവനും ഇട്ട് കൊടുക്കാം. അങ്ങനെ പച്ചക്കറികളും നമ്മളിവിടെ ഇട്ട് കൊടുത്തി. വെജിറ്റബിൾസ് മാത്രമുള്ളെങ്കിൽ ഇത്രയും ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചിക്കനോ അല്ലെങ്കിൽ മഷ്റൂമോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കുറച്ച് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി വറുത്തതിൻ്റെ ബാക്കി വന്ന പീസാണ് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം റെഡിയാക്കിയിരുന്ന ചിക്കനൊന്നും അല്ല. അതുപോലെ തന്നെ കുറച്ച് മൊസറല്ല ചീസ് കൂടി പിസ്സയ്ക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൊസറല്ല ചീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ലൈസായിട്ട് കിട്ടുന്ന അമൂലിൻ്റെയൊക്കെ ചീസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മുടെ തൊട്ടടുത്തുള്ള ബേക്കറികളിലൊക്കെ എല്ലാ ബേക്കറികളിലും തന്നെ അമൂലിൻ്റെ ചീസ് കിട്ടും, അതിട്ട് കൊടുത്താൽ മതി. മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കവും അതുപോലെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ മതി. അപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും ഇത് കഴിച്ച് നോക്കിയിട്ട് മാവൊക്കെ കുഴച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഈ ഒരു പിസ്സയ്ക്ക് 10 മിനിറ്റ് എന്നൊക്കെ പറയുന്ന നമ്മൾ ആ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. വേറെ ഒരു പാടും ഇല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാനിവിടെ നമ്മുടെ പിസ്സ ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് നോക്കാം. എന്തായാലും ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനും അതുപോലെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.